ശില്പയുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. അതൊന്നും തീർത്തു കൊടുക്കാൻ എനിക്കിപ്പോൾ പറ്റില്ലല്ലോ. ഞാൻ സത്യനെ വിളിക്കാനും അവൾ സമ്മതിക്കുന്നില്ല. പക്ഷേ ഒരു പരിഹാരം കണ്ടേ പറ്റൂ. ആ പ്രിയ, ശില്പയുടെ ജോലിക്കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ട്. ഉടൻ തന്നെ ശരിയാക്കാം. ഞാനിപ്പോൾ അതിനു വേണ്ടിയല്ല വിളിച്ചത്. സത്യം വിളിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ലൗഡ് സ്പീക്കറിലിട്ട് സംസാരിക്കാൻ ശില്പ ആവശ്യപ്പെടാറുണ്ട്. അതിനെന്താ പ്രശ്നം? ഞാൻ സംസാരിക്കുന്നത് അവളും കൂടി കേൾക്കട്ടെ. അതല്ല സത്യ. അവൾ അങ്ങനെ പറയുന്നത് അവളുടെ അച്ഛനെ കുറിച്ച് സത്യൻ എന്തെങ്കിലും എന്നോട് പറയുമെന്ന് പ്രതീക്ഷിച്ചിട്ടാ. പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പ്രിയ അവളെ അറിയിച്ചില്ലേ? കുറച്ച് കാര്യങ്ങൾ അവളോട് പറഞ്ഞത് തന്നെ കുഴപ്പമായി. ഇപ്പോ അവൾ അച്ഛന്റെ വീട്ടുകാരെ പറ്റി ചോദിക്കുക. ഞാൻ അനിയുടെ പേര് പോലും ഇതുവരെ മോളോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ഉറപ്പായും അവള് നമ്മുടെ കോളേജിൽ പോയി പഴയ ഫയലുകൾ തപ്പിയെടുത്ത് അനിയുടെ അഡ്രസ്സ് ചികഞ്ഞെടുക്കും. ഒരു കാര്യം തീരുമാനിച്ച അത് നടത്തിയെടുക്കാൻ അവൾ ഏതറ്റം വരെയും പോവും. അനിയെ പോലെ തന്നെ അല്ലേ? അതെ, ചില നേരത്തെ സംസാരമൊക്കെ അതുപോലെ തന്നെയാ. മറ്റു ചിലപ്പോ മായ പോലെയും. മായയുടെ ഒരു ഛായ അവക്കുണ്ട് അല്ലേ? അതെ. ആദ്യം അവളെ കണ്ടപ്പോ ആളെ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അടുപ്പം തോന്നിയത് പോലും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ആ സമയത്ത് സ്വാമി അങ്ങനെ പറയുകയും ചെയ്തിരുന്നത്. എന്നിട്ടും ഞാൻ അവളെ തിരിച്ചറിഞ്ഞില്ല. അമ്മ ആരോടാ മാറി നിന്ന് ഫോണിൽ സംസാരിക്കുന്നത്? തൽക്കാലം അനിയുടെ കുടുംബത്തെക്കുറിച്ചും മായയായിട്ടുള്ള രക്തബന്ധത്തെക്കുറിച്ചൊന്നും അവളോട് പറയണ്ട. അവൾ ഇനിയും ഈ നഗരത്തിൽ തന്നെ ജീവിക്കേണ്ടവളാ. അനിയുടെ കുടുംബവും ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഞാനുമായി ഇപ്പോഴും അത്ര രസത്തിലല്ല. കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത ഇതുവരെ മാറിയില്ലേ? ഇല്ല. രണ്ട് ബിസിനസ് കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത അങ്ങനെയൊന്നും മാറില്ലടോ. അനിയും ഞാനും സുഹൃത്തുക്കളായിരുന്നതുകൊണ്ട് ശത്രുത അവസാനിപ്പിക്കാൻ ഞങ്ങൾ പല രീതിയിലും ശ്രമിച്ചു. പക്ഷേ നിശ്ചയിച്ച കല്യാണത്തിന്റെ തലേന്ന് മായ എൻ്റെ കൂടെ ഇറങ്ങി വന്നതോടെ അനിയും എന്നെ വെറുത്തു. അതൊക്കെ പ്രിയയ്ക്കും അറിയാവുന്നതല്ലേ? അറിയാം. പക്ഷേ സത്യന്റെ മക്കള് അവരുടെയും കൂടി ചോരയല്ലേ? കാലം ആ മുറിവുകൾ മായ്ച്ചു കളഞ്ഞെന്നാ ഞാൻ കരുതിയത്. ചില മുറിവുകൾ ഒരിക്കലും കരിയില്ല. കാലം ചെല്ലും തോറും അതൊക്കെ കുത്തിപ്പഴുത്ത് വലിയ വ്രണമായിട്ട് മാറും. എല്ലാം തൽക്കാലം ഇങ്ങനെയൊക്കെ പോട്ടടോ. ഞാനും ശില്പയോടൊന്നും പറയുന്നില്ല. പ്രിയ വിളിക്കുമ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചോളാം. ശരി. ശില്പയുടെ ജോലി ശരിയാക്കിയിട്ട് ഞാൻ വിളിക്കാം. ശില്പയുടെ അച്ഛൻ മറ്റൊരു നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ എങ്ങനെ പ്രിയയോട് പറയും? അമ്മ ആരോടാ സംസാരിച്ചേ? അത് പിന്നെ ഞാൻ കുക്കിംഗ് ഗ്യാസ് ഇന്ന് വരൂന്ന് ഏജൻസിയെ വിളിച്ച് ചോദിച്ചതാ. ഇത്രയും നേരോ? അമ്മ അത് തന്നെ പലവട്ടം ചോദിച്ചോണ്ടിരിക്കായിരുന്നോ? അത് നിനക്കിപ്പോ എന്താ വേണ്ടേ? ഫോണ് കണക്റ്റായി വരാൻ ഒരുപാട് താമസിച്ചു. ഒരു CBI കാരി വന്നേക്കുന്നു. എന്റെ കല്യാണക്കാര്യവും അമ്മ SP അങ്കിളിനെ വിളിച്ച് പറഞ്ഞു കാണുമോ?